ഫ്രണ്ട്സ്, ക്രാഫ്റ്റിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു അടിപൊളി റീയൂസ് ടിപ്പാണ്. വീട്ടിലെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. നമ്മുടെ പണ്ടത്തെ ടീഷർട്ട്സ് ഒക്കെ ഇല്ലേ, നമുക്ക് പാകമില്ലാതെയൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞ ടീഷർട്ട്സ്, അതിൽ നിന്ന് നമുക്ക് ബേബി ട്രൗസേഴ്സ് എങ്ങനെയാണ് തയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു ടീഷർട്ടിൽ നിന്ന് നമുക്കൊരു 2 ട്രൗസേഴ്സ് വരെയൊക്കെ കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു ടീഷർട്ടാണ്. ഇതിങ്ങനെയൊന്ന് നീർത്തിയിടുക. അതിൻ്റെ താഴ്ഭാഗമൊക്കെ ഒരുമിച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ ടീഷർട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കണം. താഴെയുള്ള ഭാഗങ്ങളെല്ലാതും ഒരുമിച്ച് ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ടേപ്പ് എടുത്ത് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യണം. അതായത് ഇങ്ങനെയൊരു ട്രൗസറിൻ്റെ ഈ ലെങ്ത്ത് ഇതിപ്പോൾ 6 ഇഞ്ചസ് ആണ്. ഞാൻ കുറച്ച് കൂട്ടി ഒരു 7.5 8 ഇഞ്ചസ് ആണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. മുകളിൽ നമുക്ക് എലാസ്റ്റിക് വെക്കാൻ മടക്കി അടിക്കാനുള്ളതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ 2 സൈഡിലും നമുക്ക് ആ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ 2 മാർക്കിങ്സും കൂടി ജോയിൻ ചെയ്ത് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമ്മുടെ അരവണ്ണത്തിൻ്റെ 4/1 എടുത്തിട്ട് നമുക്ക് ഈ ലൈനിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ അതൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അവിടുന്ന് നമുക്ക് താഴോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. ഇപ്പം നമുക്കൊരു സ്ക്വയർ പോലെ ഷേപ്പ് കിട്ടി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ട്രൗസർ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് ഇവിടെ ഏറ്റവും ലെങ്ത്ത് കൂടിയ ഈ ഭാഗം ഒന്ന് മെഷർ ചെയ്തെടുക്കുക. ഇതിപ്പോൾ 6 ഇഞ്ചസ് ഉണ്ട്. ഞാനത് കുറച്ച് കൂട്ടി ഒരു 6.5 ഇഞ്ചസ് എടുക്കുകയാണ്. അത് മടക്കി അടിക്കാനുള്ളൊരു ലെങ്ത്തും കൂടി എടുത്തിട്ട് നമുക്ക് താഴ്ഭാഗത്ത് മാത്രം അതൊന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ട്രൗസറിൻ്റെ സീറ്റ് അളവ് എടുക്കണം. അതായത് ഈ കാണുന്ന ലെങ്ത്ത് ഇതിപ്പോൾ ഒരു 6.5 ഉണ്ട്. അത് കുറച്ച് കൂട്ടി ഒരു 7 ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അത് നമ്മൾ ഇവിടെ വരച്ച സ്ട്രെയിറ്റ് ലൈനിൽ ആ 7 ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഈ 2 പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരച്ചെടുക്കാം. ഇപ്പം നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ താഴ്ഭാഗത്ത് ഒരു സൈഡ് മാത്രം ഇങ്ങനെ ചെരിഞ്ഞൊരു കട്ടിങ് ഉള്ള ഒരു ഷേപ്പാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാർക്കിങ്സ് എല്ലാം കഴിഞ്ഞു. ഇത് നമ്മുടെ ലെങ്ത്ത്, ഇത് സീറ്റ് അളവ്, ഇത് അരവണ്ണത്തിൻ്റെ 4/1. അളവുകളെല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ടീഷർട്ടിൽ നിന്ന് വീണ്ടും ഒരു ട്രൗസറും കൂടിയും തയ്ക്കാനുള്ള പീസ് നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ഇതിങ്ങനെ വെച്ച് അത് മാർക്ക് ചെയ്യുമ്പോൾ ഈ മുകളിലത്തെ പീസ് കുറച്ച് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. കാരണം നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത പീസിൽ താഴ്ഭാഗം ഓൾറെഡി മടക്കി അടിച്ചതാണ്. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന ഭാഗത്തിൽ താഴ്ഭാഗം മടക്കി അടിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനുള്ള ലെങ്ത്തും കൂടിയും കണക്കാക്കിയിട്ട് വേണം നമ്മൾ അടുത്ത പീസ് അതിനകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം ഇതങ്ങനെ നീർത്തിയിടുക. എന്നിട്ട് 2 തുണിയുടെയും നല്ല വശം ഒരുമിച്ച് വയ്ക്കുക. നല്ല വശം നമ്മളിങ്ങനെ ഒരുമിച്ച് വെച്ച് ഇങ്ങനെ നീർത്തി വയ്ക്കുക. ഈ സൈഡും നമുക്കൊന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യരുത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴ്ഭാഗത്താണ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്.
ഇനി അതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ ഈ സ്ട്രെയിറ്റ് ലൈൻ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ 2 ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഇതുപോലെ ഒന്ന് നീർത്തിയിടാം. ഈ സ്റ്റിച്ച് നടുഭാഗത്ത് വരുന്നത് പോലെ ഇങ്ങനെ ഒന്ന് നീർത്തിയിടാം. ഇപ്പം നമുക്ക് ട്രൗസറിൻ്റെ ഒരു ഷേപ്പ് ആയില്ലേ? താഴ്ഭാഗത്ത് നമുക്കൊരു വി പോലത്തെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ട്രൗസർ ഒന്ന് മറച്ചിടാം. ഇപ്പം നമ്മുടെ ട്രൗസറിൻ്റെ ഓൾമോസ്റ്റ് വർക്കെല്ലാം കഴിഞ്ഞു. നമുക്ക് മുകളിൽ ഒന്ന് എലാസ്റ്റിക് ഇടണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് മടക്കി അടിക്കുക. നമ്മൾ 2 തവണ മടക്കി അടിക്കേണ്ട കാര്യമില്ല. ഇത് ബനിയൻ ക്ലോത്ത് ആയത് കാരണം നൂലൊന്നും വലിഞ്ഞു പോവില്ല. ഒറ്റ തവണ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഈ സ്റ്റിച്ച് അവസാനിപ്പിക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇവിടെ ഒന്നിങ്ങനെ വിടണം. നമുക്ക് എലാസ്റ്റിക് അതിനകത്തുകൂടെ വേണം ഇതിനകത്തേക്കൊന്ന് കയറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് അവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ലോക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എലാസ്റ്റിക് എടുക്കാം. എലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ അരവണ്ണത്തിൽ നിന്ന് ഒരു 3-4 ഇഞ്ച് കുറച്ചിട്ട് ഉള്ള ലെങ്ത്താണ് നമുക്ക് എലാസ്റ്റിക് എടുക്കേണ്ടത്. ചെറിയ കുട്ടികൾക്കാവുമ്പോൾ അധികം വീതിയില്ലാത്ത എലാസ്റ്റിക് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് നമുക്ക് ഈ ട്രൗസറിനകത്തേക്കൊന്ന് കയറ്റിയെടുക്കണം. അതിന് വേണ്ടി ഒരറ്റത്ത് നമുക്ക് ഒരു സൂചി കുത്തിയിട്ട് ഈ ഗ്യാപ്പിലൂടെ നമുക്ക് ഒന്ന് കയറ്റിയെടുക്കാം. നമ്മൾ മുഴുവൻ കയറ്റി കഴിഞ്ഞതിന് ശേഷം എലാസ്റ്റിക്കിൻ്റെ ഈ 2 അറ്റം ഇങ്ങനെ ഒരുമിച്ച് പിടിച്ച് നമുക്ക് അവിടെ ഒന്നൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് 1-2 സ്റ്റിച്ച് അതിലൊന്ന് ഇട്ട് കൊടുക്കാം. കെട്ടിടുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. 1-2 സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്താൽ അതവിടെ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് എലാസ്റ്റിക് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്ക് ആ മടക്കി അടിച്ച പോർഷൻ നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഈ എലാസ്റ്റിക് കയറ്റാനായിട്ട്, അതും കൂടി ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ട്രൗസർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ട്രൗസർ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ലേ? അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ടീഷർട്ടിൽ നിന്ന് 2 ട്രൗസേഴ്സ് വരെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.